everyone, welcome back to Silent Learning. Yes, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലർബ് ആൻഡ് ബ്ലോഗിങ്ങിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ബ്ലർബ് റൈറ്റിങ്ങും ബ്ലോഗ് റൈറ്റിങ്ങും ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പല ആൾക്കാർക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ വേഗം ഇന്ന് അടിപൊളിയായിട്ട് ഇത് കംപ്ലീറ്റും പഠിച്ചെടുക്കാൻ പോവാണ്. ദിസ് ഇസ് മുഹമ്മദ് ഷാജു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക് ബ്ലർബ് റൈറ്റിംഗ് ആണ്. എന്താ ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ബുക്ക് ബ്ലർബ് ആണ് നമുക്ക് ചോദിക്കുക. എന്താ ഈ ബുക്ക് ബ്ലർബ് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ ഒക്കെ പുറകിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ലേ ആ പുസ്തകത്തെ കുറിച്ചിട്ട്, ഇതാണ് ബ്ലർബ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ബുക്ക് ബ്ലർബ് എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തെ കുറിച്ചിട്ട് ആ വായനക്കാരന് ഇതൊന്ന് വായിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇയാൾക്കൊണ്ട് ഇതൊന്ന് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് എന്തൊക്കെയോ പ്രോംപ്റ്റ് കൊടുക്കുന്നതാണ് ഈ പറയുന്ന സാധനം ബ്ലർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബുക്ക്, ഇതാണ് സംഭവം നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയൊക്കെയാ നമ്മൾ അതിനെ എഴുതേണ്ടത്, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഒന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഹിന്റുകൾ ഞാൻ തരാം. ഈ സെന്റൻസുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊന്നൊന്ന് എക്സാമ്പിൾ നോക്കാം. കോമൺ എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് റിട്ടൺ ബൈ. ഒന്നാമത് നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റിട്ടൺ ബൈ. ഏതാണോ പുസ്തകം, ഏതെങ്കിലും സ്റ്റോറി ആണെങ്കിൽ അത് എഴുതിയത് ഇന്ന ആളാണ് എന്ന് പറയാം. ദ തീം ഈസ് തോട്ട് പ്രൊവോക്കിംഗ്. ഇതിന്റെ തീം എന്ന് പറയുന്നത് ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആണ്. ഓക്കെ, അതുപോലെ ദ ലാംഗ്വേജ് യൂസ്ഡ് ഇസ് പവർഫുൾ. ഏത് കഥയാണെങ്കിലും നമ്മൾ പറയുന്നു എന്താ? ദ ലാംഗ്വേജ് യൂസ്ഡ് ഇസ് പവർഫുൾ. എ മസ്റ്റ് റീഡ് ആണ്. ഇതിനിടയ്ക്കൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം അമിക്കോ ബ്രദേഴ്സ് ആണ്, അല്ലെങ്കിൽ RF Truth ആണ്. ഏത് ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് അതിനകത്തൊക്കെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഒരുപാട് ഡിസ്ക്രിപ്ഷൻ വലുതാവരുത്, വളരെയധികം ചെറുതാക്കി ഷോർട്ടായി ബ്രീഫ് ആക്കിയിട്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു പെർസ്യൂഡിങ് സ്റ്റൈൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ വായനക്കാരനെ കൊണ്ട് ഇത് വായിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് വാങ്ങിപ്പിക്കാനോ ഒക്കെ ഉള്ള ഒരു പെർസ്യൂഡിങ് ടെൻഡൻസി അതിനകത്ത് ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ദ ക്യാരക്ടേഴ്സ് ആർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ മാസ്റ്റർ പീസ് ഓഫ് ദ ഓതർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഓതറിനെ കുറിച്ച്, ഇതിന്റെ പ്ലോട്ട്, കഥാസന്ദർഭത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതിന് അവാർഡ്സ് കിട്ടി, അല്ലെങ്കിൽ ഓതറിന്റെ മറ്റു പുസ്തകങ്ങളെ കുറിച്ചിട്ട് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു നല്ല ബ്ലർബിന്റെ അകത്ത് എന്തൊക്കെ വേണം നോക്കാം. ഇറ്റ് ഓപ്പൺസ് വിത്ത് എ ക്യാച്ചി സ്റ്റേറ്റ്മെന്റ്. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാച്ചി സ്റ്റേറ്റ്മെന്റോട് കൂടിയായിരിക്കും തുടക്കുന്നത്. അതേപോലെ തന്നെ റീഡറിന്റെ ഇൻട്രസ്റ്റ് പിടിച്ചു പറ്റുന്നതായിരിക്കും അത്. അതുപോലെ തന്നെ ആളുകളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാനോ അല്ലെങ്കിൽ വായിപ്പിക്കാനോ ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നതായിരിക്കും അത്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും നെസസറി ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക, ഇൻഫർമേഷൻ അബൌട്ട് ഓതറിനെ കുറിച്ച്, പബ്ലിഷറിനെ കുറിച്ച്, ഇയർ ഓഫ് പബ്ലിക്കേഷനെ കുറിച്ച്, ഓതറിന്റെ മറ്റ് പബ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്താ ചെയ്യാം? അതിനകത്ത് പറയാം. അപ്പിയേഴ്സ് ഷോർട്ട് ആൻഡ് ഡ്രമാറ്റിക്. അത് എപ്പോഴും ഷോർട്ട് ആയിരിക്കണം, ഡ്രമാറ്റിക് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് വാട്ട് describe in a simple direct language what the story begins, what the circumstances are, the socio cultural relevance എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ കഥയുടെ ഒരു പ്ലോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു വെക്കാം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയാൽ ബ്ലർബ് കഴിഞ്ഞു. പ്രിപ്പയർ എ ബ്ലർബ് ഫോർ ദ ഷോർട്ട് സ്റ്റോറി മാച്ച് ബോക്സ് റിട്ടൺ ബൈ ആശാ പൂർണാദേവി. ആശാ പൂർണാദേവിയുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറിയുടെ ഒരു ബ്ലർബാണ് നിങ്ങളോട് എഴുതാൻ പറയുന്നത്. തവണ മോഡൽ ഇതോ എന്താണ്? ഒരു മാച്ച് ബോക്സ് നമ്മൾ ഹെഡിങ് എഴുതി, താഴെ ആശാ പൂർണാദേവി എന്ന് എഴുതി. എന്നിട്ടോ ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശാ പൂർണാദേവി. നമ്മൾ നമ്മുടെ ഒരു ഹിന്ദിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആരാണെന്ന് എഴുതിയത്, അല്ലെ? ഇറ്റ് ഇസ് റിട്ടൺ ബൈ. അതാണ് നമ്മളിവിടെ ആദ്യം അഡ്രസ് ചെയ്തത്. ഇറ്റ് ഇസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശാ പൂർണാദേവി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെ? ദ തീം ഇസ് തോട്ട് പ്രൊവോക്കിംഗ്. അത് നമ്മുടെ രണ്ടാമത്തെ ആ ഒരു ഹിന്റായിരുന്നു, അല്ലെ? ദ തീം ഇസ് തോട്ട് പ്രൊവോക്കിംഗ്. അതുപോലെ നോമിറ്റ ഇസ് ദ മെയിൻ ക്യാരക്ടർ, അജിത് ഇസ് ഹർ ഹസ്ബൻഡ്. അത് നമുക്കറിയാവുന്നതാണ് കഥയുമായി ബന്ധപ്പെട്ടിട്ട്. നോമിറ്റാസ് ലൈഫ് ഇസ് കമ്പയർഡ് ടു എ മാച്ച് ബോക്സ്. Ajit is very unkind and cruel towards her. Then the language used here is powerful. It is a masterpiece of the author. Then a must-read short story. And Matchbox is originally written in Bengali. എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അവസാനിപ്പിക്കാം. പല രീതിയിൽ എഴുതാം, നിങ്ങൾക്ക് പല സ്റ്റൈലുകളിലേക്കും ഇതിനെ മാറ്റാം, കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഷോർട്ട് ആൻഡ് ഡ്രമാറ്റിക് ആവുന്നതാണ് ഏറ്റവും ഭംഗിയുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബ്ലർബ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും? യെസ്, ബ്ലോഗാണ്. ബ്ലോഗ് എന്ന വേർഡ് നിങ്ങൾ മറക്കൂല, കാരണം വ്ളോഗ് എന്ന വേർഡ് എപ്പോഴും നിങ്ങൾ കേൾക്കുന്നതാണ്, അല്ലെ? ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പബ്ലിഷ് ചെയ്യാണ്. അതേക്കുറിച്ച് നമ്മുടെ ഒരു കൺസേണോ അല്ലെങ്കിൽ
അതേക്കുറിച്ച് നമ്മുടെ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളൊരു തോട്ട് ഒരു ആർട്ടിക്കിളായിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പബ്ലിഷ് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്ലോഗ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്? നല്ലൊരു ക്യാച്ചി ആയിട്ടുള്ള ഹെഡിങ് കൊടുക്കണം, നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹെഡിങ് നിങ്ങൾ അതിനകത്ത് കൊടുക്കണം. അതുപോലെ ഒരു നെയിം ഓഫ് ദ ബ്ലോഗറിന്റെ പേര് നിങ്ങൾ താഴെ എഴുതണം, അതുപോലെ ഡേറ്റും എഴുതണം. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു മോഡൽ നോക്കാം നമുക്ക്. യു ആർ എ ഫ്രണ്ട് ഓഫ് ദ അമിഗോ ബ്രദേഴ്സ് ആൻഡ് you witness the contest between them with great excitement. Prepare a blog entry describing the contest. സംഭവം മനസ്സിലായല്ലോ, അമിഗോ ബ്രദേഴ്സിന്റെ കഥയാണ്, അതവരുടെ ഫ്രണ്ടാണ് നിങ്ങൾ. ആ കോണ്ടസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗ് എൻട്രിയിൽ അതൊന്ന് ചേർക്കണം. നമ്മൾ പണ്ടൊക്കെ ഡയറി എൻട്രി ചെയ്താറില്ലായിരുന്നോ? ഇതുപോലെ സംഭവമാണ് അത് ബ്ലോഗ്. അപ്പോൾ ഇവിടെ എന്താണ് ഹെഡിങ്? എന്താ? ദ സ്റ്റണിംഗ് പെർഫോമൻസ് ബൈ അമിഗോ ബ്രദേഴ്സ് എന്ന ഹെഡിങ് കൊടുത്തു, കാച്ചി ആയിട്ടുള്ള ഹെഡിങ് കൊടുത്തു. താഴെ എഴുതിയ ആളുടെ പേര് എന്താണ്? ബൈ ജോയ് പീറ്റർ. താഴെ ഡേറ്റ് എഴുതുന്നു. അത്രയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ എന്താണ് ഫോമാറ്റിൽ അല്ലേ. പിന്നെ നമ്മൾ അവിടെ കണ്ട കാര്യങ്ങൾ അത് നമ്മൾ പാരഗ്രാഫുകളാക്കിയിട്ട് പറയുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഈവനിങ് ഫോർ ദ ഓഡിയൻസ് അറ്റ് ദ ടോംസ്കിൻ സ്ക്വയർ പാർക്ക്. എവറിബഡി പ്രസന്റ് there witnessed the stunning performance of Amigo Brothers. The fight between Antonio Cruz and Felix Vergas was fixed in the Tompkins Park. The park was crowded even before the scheduled time. The game started at 2 o'clock. നോക്കുക, എല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുത്ത് പറയാണ് അല്ലെ. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിംഗ് സ്റ്റൈൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്. When both the fighters arrived at the ring, the audience welcomed them with great pleasure. Applause, കൈയടി കൊണ്ടാണ് ആളുകൾ വരവേറ്റത്. ഫെലിക്സ് വാസ് എസ്കോർട്ടഡ് ബൈ dozen fans in white t-shirt. Antonio too was escorted and guided in a grand manner. At first, the referee gave the instructions. When the fight began, they attacked each other with strong blows and punches. The crowd was vibrant and enthusiastic in the beginning. When the fight was about to finish, they got worried. ആളുകളൊക്കെ ഭയന്നുപോയി അല്ലെ ആ ഫൈറ്റ് കണ്ടിട്ട്. അവസാനം it was because the fighters savage attack, ആ ഒരു വന്യമായിട്ടുള്ള ഒരു പ്രാകൃതമായ രീതിയിലുള്ള ഇവരുടെ ഫൈറ്റിംഗ് കണ്ട ആളുകളൊക്കെ സ്റ്റണ്ടായി പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും, അതിനെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഡിസ്ക്രൈബ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. മാർക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ എഴുതിയാൽ മതി. നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുക്കാം, വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയുണ്ട്. ഇന്ന് ഹെഡിങ്, താഴെ നമ്മുടെ എഴുതിയ ആളുടെ പേര്, താഴെ അതിൻ്റെ ഡേറ്റ്, പിന്നെ നമ്മൾ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, പിന്നെ എന്താണോ ചോദ്യം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പാരഗ്രാഫിലാക്കിയിട്ട് എഴുതുന്ന ഒരു അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൺക്ലൂഷൻ കൊടുക്കുന്നു. ഇനി ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അത് അവസാനിപ്പിച്ചത്. ആ സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ അത് മതി. നിങ്ങൾക്ക് ആണെങ്കിൽ അത്ര എഴുതാം. കുറച്ചുകൂടെ നിങ്ങൾക്ക് എഴുതാൻ കാലിബറുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കുറച്ച് അല്ലെങ്കിൽ മാർക്ക് കുറച്ചുകൂടെ അധികം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ എന്ത് ചെയ്യാം, അതിനകത്ത് ആഡ് ചെയ്യാം. ഏത് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ബ്ലോഗും ബ്ലേബും മറന്നു പോരുത്. ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്, ഹെഡിങ്, കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ ബ്ലേബ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ പുറകിലുള്ള ആ സാധനം, അതിന് വേണ്ടിയിട്ടുള്ള കോമൺ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ എന്ത് ചെയ്താൽ മതി, അവിടെ പ്രൊവൈഡ് ചെയ്താൽ കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്.